ഗായ്സ്, വെൽക്കം ബാക്ക് ടു അശ്വഗോപുര. നമ്മളിപ്പോ കുറച്ച് ദിവസമായി കണ്ടിട്ടല്ലേ. ഇപ്പൊ എന്താ പറയാ, കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോ കാണാത്തത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടു, നിങ്ങളെന്താ സ്പെഷ്യൽ സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനത്തെ വീഡിയോ ഒക്കെയാണ് വിടുന്നതെന്നൊക്കെ ചോദിച്ച് കമന്റ് കണ്ടായിരുന്നു. ഞങ്ങളിപ്പോ യൂട്യൂബിലേക്ക് ഇങ്ങനെ പുതിയൊരു യൂട്യൂബിൽ ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ പഠിക്കണ്ടേ, വീഡിയോ എങ്ങനെ ഇടണ്ടേ, ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. പിന്നെ ഞങ്ങളിപ്പോ കുറച്ച് പഠിച്ച് ഞങ്ങൾ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഞങ്ങളിപ്പോ ഇൻസ്റ്റഗ്രാമിൽ അശ്വഗോപുര എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും ഫോളോ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങള് അതിലിപ്പോ ഞാൻ ജസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ അശ്വഗോപുരയുടെ ലോഗോ മാത്രം ഇപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുള്ളൂ. ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇന്നോ നാളെയൊക്കെ ഞാൻ ഇടാം. പിന്നെ എല്ലാരും എന്ത് പറയുന്നു, എല്ലാവർക്കും സുഖാണോ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാ. രാവിലെ തന്നെ നല്ല മടിയാണ്. അത് ഓഫീസിൽ പോകാൻ തന്നെ നല്ല മടിയാണ്. മഴ കാരണമൊക്കെ എഴുന്നേക്കാൻ പോലും തോന്നുന്നില്ല. പിന്നെ എല്ലാരും എന്ത് പറയുന്നു, നിങ്ങളുടെ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വലിയ പോരായ്മകളൊക്കെ കാണും, അത് നിങ്ങൾ ക്ഷമിക്കുക, നമ്മളിപ്പോ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. പിന്നെ എല്ലാരും എന്താ ശ്രീതു ഒന്നും മിണ്ടാത്ത, എല്ലാരും ചോദിക്കുന്നുണ്ട് ശ്രീതു എന്തൊന്നും മിണ്ടാത്ത, ശ്രീതു എന്താ മിണ്ടാത്ത, ശ്രീതു ഊമയാണോന്നൊക്കെ ഒരാൾക്കാർ ചോദിക്കുന്നുണ്ട്. ശ്രീതു സംസാരിക്കട്ടെ. ഊമയൊന്നുമല്ല, പിന്നെ നമുക്ക് ആദ്യം ഒന്ന് ഫേസ് ചെയ്യുമ്പോ ഒരു മടി കാണുമല്ലോ, ആ മടി എനിക്കുണ്ട്. അത് പതിയെ മാറിക്കോളും. എനിക്ക് ആ മടി ഇല്ലാത്തോണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാനിങ്ങനെ എന്താ പറയാ, പിന്നെ റീൽസ് അതൊക്കെ എടുക്കുന്നോണ്ട് എനിക്ക് ആ സീനൊന്നും വരത്തില്ല. പിന്നെ ഞാനിങ്ങനെ സംസാരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ എന്താ ഇപ്പൊ ഞങ്ങളിവിടെ ഭയങ്കര പോസ്റ്റ് അടിച്ചിരിക്കാണ്. നമുക്കെന്താ പിന്നെ ഒരു ഗെയിം കളിച്ചാലോ? പിന്നെന്താ, കളിക്കാലോ. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? യെസ്, ചോദിച്ചോ. ഓക്കേ. ഇടം കൈയനായ ഒരാൾ ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ട് ഇളക്കുന്നത് ഏത് കൈ കൊണ്ട്? എന്നോട് ചോദിച്ചു. ഇടം കൈയനായ ഒരാൾ ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ട് ഇളക്കുന്ന ഏത് കൈ കൊണ്ട്? അറിയില്ല, വലുത് ചെയ്യണോ? ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവരെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീ ചോദിക്കുന്ന ചോദ്യം ഇതൊന്നും എനിക്ക് ആൻസർ അറിയത്തില്ലായിരിക്കും. മിന്നലും KCB വൈദ്യുതിയും വെളിച്ചം തരുന്നു, പക്ഷെ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, എന്താണ്? ലൈറ്റ്. ഒരു ക്ലൂ ആയിട്ട് എന്താ? ക്ലൂ ആയിട്ടൊന്നുമില്ല. അത് ഡെയിലി ലൈഫിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലൂ താ. 4 ഓപ്ഷൻസ് എങ്ങനെ ചോദിച്ചായിരിക്കും ഒന്നും പറഞ്ഞിട്ടുണ്ട്. KCB ചെന്നാ നമ്മൾ അടയ്ക്കുന്നേ ബില്ല്. മിന്നലിനോ? അടക്കുന്നില്ല. അതാണ് ഉത്തരം. അടക്കില്ലെന്നോ? മിന്നലിന് ബില്ല് അടക്കണ്ട, KCB വൈദ്യുതിക്ക് ബില്ല് അടക്കണം. ഓക്കെ. തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? അത് നമുക്ക് പരിചയമാണ്, നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഉണ്ട്. ആന, കുഴിയാന, പശുപട്ടി. നമ്മുടെ ഈ സംഖ്യകളിൽ തന്നെ ഉണ്ട്. സംഖ്യകൾ, നമ്പേഴ്സ്. 9, 6. എനിക്കൊരു മാർക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. അടുത്ത ചോദ്യം. നിങ്ങളുടെ കയ്യിലുള്ള കുട്ടൽ 20 മാമ്പഴം ഉണ്ട്. 20 കുട്ടികളെ വിളിച്ച് ഓരോന്നും ഓരോരുത്തർക്കും കൊടുത്തു. എന്നിട്ട് കുട്ടൽ ഒരു മാമ്പഴം അവശേഷിച്ചു. ഇതെങ്ങനെ? എന്നോട് ചോദിച്ചു. മാത്സ് ഞാൻ വീക്കസ്, മാത്സ് അറിയത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ള കുട്ടയിൽ 20 മാമ്പഴം ഉണ്ട്.
20 കുട്ടികളെ വിളിച്ച് ഓരോന്നും ഓരോരുത്തർക്കും കൊടുത്തു. എന്നിട്ടും കുട്ടൻ ഒരു മാമ്പഴം അവശേഷിച്ചു. അതെങ്ങനെ? മാമ്പഴം കണ്ടു കാണത്തില്ല. അറിയില്ല ശ്രീ. ഒരാൾക്ക് കുട്ടിയോടുകൂടി മാമ്പഴം കൊടുത്തു. ഓക്കെ മതി, ഞാൻ തോറ്റു പോകും ഇത് ചോദിച്ചാ. നമുക്കിവിടെ നിർത്താം. പോയേ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ മറക്കരുത്, നമ്മള് ഇൻസ്റ്റയില് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾ കാണുക. നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി ഒന്ന് ഫോളോ ചെയ്യുക. ഇനി അപ്പൊ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം. ബൈ ബൈ.